മൗണ്ട് കൈലാഷ് കാലാകാലങ്ങളായി നിഗൂഢതകൾ നിറഞ്ഞ ഒരു പർവ്വത നിരയായിട്ടാണ് അറിയപ്പെടുന്നത്. അതിൻ്റെ നിഗൂഢതകൾ അന്വേഷിച്ച് ചെന്നാൽ നമുക്ക് പല കാര്യങ്ങളും അറിയാൻ സാധിക്കും. പിന്നെ ഒരു ചോദ്യം ഉയരുന്നത്, എന്തുകൊണ്ട് ഇതുവരെ ആർക്കും മൗണ്ട് കൈലാഷ് കീഴടക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതിനൊക്കെ ഒരു ഉത്തരമാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. വെൽക്കം ബാക്ക് ടു റിവൈൻഡ് മലയാളം. ഏകദേശം 30 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് മഹാഭാരത കഥയിൽ പരാമർശിച്ചിട്ടുള്ളതുപോലെ പഞ്ചപാണ്ഡവർ സ്വർഗത്തിലേക്കുള്ള വഴിയായി കണക്കാക്കിയിരുന്ന ഈ ഒരു മൗണ്ട് കൈലാഷ് കയറുകയാണ്. അവിടെ വെച്ച് അവർക്ക് മോക്ഷം ലഭിക്കുകയാണ്. കാര്യങ്ങൾ എന്തൊക്കെയാണെങ്കിലും അവിടെ നിന്നാണ് ഈ മൗണ്ട് കൈലാഷിൻ്റെ ചരിത്രം ആരംഭിക്കുന്നത്. ഈ ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ പർവ്വതനിരയായ എവറസ്റ്റിൻ്റെ ഉയരമെന്ന് പറയുന്നത് 8848 മീറ്ററാണ്. ഇതുവരെ 7000-ൽ പരം മൗണ്ട് ക്ലൈംബേഴ്സ് ഈ ഒരു എവറസ്റ്റ് മലനിര കീഴടക്കിയിട്ടുണ്ട്. എന്നാൽ വെറും 6638 മീറ്റർ മാത്രം ഉയരമുള്ള ഈ മൗണ്ട് കൈലാഷ് കീഴടക്കിയിട്ടുള്ളതായിട്ട് ഒഫീഷ്യലായിട്ടുള്ള ഒരു റെക്കോർഡ്സ് ഒന്നുമില്ല. എന്തുകൊണ്ടാണ് ഈ മൗണ്ട് കൈലാഷ് ആരും കീഴടക്കാത്തത് എന്നൊരു ചോദ്യത്തിന് ഉത്തരം അന്വേഷിച്ച് പോയാൽ നമുക്ക് പല മതങ്ങൾക്കും പല വിശ്വാസങ്ങളുടെ കഥ പറയാനുണ്ട്. എന്തൊക്കെയാണ് അത് നോക്കാം. ഹിന്ദു വിശ്വാസം അനുസരിച്ചാണെങ്കിൽ ശിവഭഗവാന്റെ വാസസ്ഥലമായിട്ടാണ് മൗണ്ട് കൈലാഷ് അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ സാധാരണക്കാർക്ക് ആ ഒരു മല കയറാൻ വിലക്കപ്പെട്ടതായി വിശ്വസിച്ചു പോരുന്നു. ഇനി ബുദ്ധമത വിശ്വാസം അനുസരിച്ചാണെങ്കിൽ ഈ ലോകത്തിൻ്റെ തന്നെ സെൻറ്ററായിട്ടാണ് ഈ ഒരു മൗണ്ട് കൈലാഷ് അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ബുദ്ധമത വിശ്വാസികൾ ആ ഒരു മൗണ്ട് കൈലാഷിന് ചുറ്റുമുള്ള 53 കിലോമീറ്റർ ചുറ്റി വരികയും അങ്ങനെ ചുറ്റുന്നത് വഴി ഈ ലോകത്തിലെ പാവങ്ങളെല്ലാം നീങ്ങുമെന്നാണ് അവരുടെ ഒരു വിശ്വാസം എന്ന് പറയുന്നത്. അതുമാത്രമല്ല, അത്ഭുത ലോകമായ ശംബാല ലോകം മൗണ്ട് കൈലാഷിലാണ് സ്ഥിതി ചെയ്യുന്നതായി ബുദ്ധമത വിശ്വാസികൾ വിശ്വസിച്ചു പോരുന്നു. ഇനി ജൈനമതത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ജൈനമത തീർത്ഥങ്കരനായ ഋഷഭദേവന് മോക്ഷം ലഭിച്ച സ്ഥലമായിട്ടാണ് ഈ കൈലാസ പർവ്വതം അറിയപ്പെടുന്നത്. ഇനി ബോൺ മത വിശ്വാസം അനുസരിച്ചാണെങ്കിൽ ഈ ആകാശദേവനായ ശിവന്റെ വാസ്തകേന്ദ്രമാണ് ഈ ഒരു മൗണ്ട് കൈലാഷ് അറിയപ്പെടുന്നത്. ഈ മൗണ്ട് കൈലാഷിനെ കുറിച്ച് പറയുമ്പോൾ തീർച്ചയായും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട 2 തടാകങ്ങളുടെ പേരാണ് മാനസരോവർ തടാകവും രാക്ഷസ്ഥാൽ തടാകവും. ഈ മൗണ്ട് കൈലാഷിൻ്റെ താഴെ തന്നെയാണ് ഈ 2 തടാകങ്ങളും സ്ഥിതി ചെയ്യുന്നത്. ഈ മാനസരോവർ തടാകത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിൽ ശുദ്ധജലമാണ്. അതുകൊണ്ട് തന്നെ ദേവന്മാർ സ്നാനം നടത്തുന്ന ഒരു തടാകമായിട്ടാണ് ഈ മാനസരോവർ തടാകം അറിയപ്പെടുന്നത്. മറിച്ച് ഈ രാക്ഷസ്ഥൽ തടാകത്തിൽ ഉപ്പുജലമാണുള്ളത്. ഇത് എങ്ങനെയാണ് രൂപപ്പെട്ടതെന്ന് ചോദിച്ചാൽ ശിവഭക്തനായിരുന്ന രാവണൻ്റെ തപസ്സു മൂലം രൂപപ്പെട്ടതാണ് ഈ രാക്ഷസ്ഥൽ തടാകം എന്ന് പറയുന്നത്. ഇനി നമുക്കെല്ലാവർക്കും ഉയരുന്ന ചോദ്യമാണ്, മൗണ്ട് കൈലാഷിൽ കയറാൻ സാധിക്കുമോ? മൗണ്ട് കൈലാഷിൽ കയറിയാൽ എന്താണ് സംഭവിക്കുക? ഇതുവരെ ആരെങ്കിലും മൗണ്ട് കൈലാഷ് കീഴടക്കിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ബ്രിട്ടീഷ് ക്ലൈംബേഴ്സായ ഹ്യൂററ്റ് ലെഡ്ജും RC വിൽസനും മൗണ്ട് കൈലാഷ് കയറാൻ ശ്രമിച്ചെങ്കിലും പെട്ടെന്നുണ്ടായ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ മൂലം മല കയറാനുള്ള ശ്രമങ്ങൾ അവർ ഒഴിവാക്കുകയായിരുന്നു. പിന്നീട് ധാരാളം മലകൾ കീഴടക്കിയിട്ടുള്ള റെയിൻഹോൾഡിനോട് മൗണ്ട് കൈലാഷ് കയറാൻ ചൈനീസ് സർക്കാർ ആവശ്യപ്പെടുകയും അദ്ദേഹം വിശ്വാസങ്ങൾ നിറഞ്ഞ ആ മല കയറാൻ തയ്യാറല്ലായിരുന്നു. പിന്നീട് പല മൗണ്ട് ക്ലൈംബേഴ്സും ഈ ഒരു മൗണ്ട് കൈലാഷ് കയറാൻ ശ്രമിക്കുകയാണ്. പക്ഷേ അവർക്കൊക്കെ പകുതി ദൂരം എത്തുമ്പോഴേക്കും കയ്യിലും കാലിലേക്ക് നഖങ്ങൾ പതിവിലും വിപരീതമായി വളരാൻ തുടങ്ങുകയാണ്. മുടിയൊക്കെ വളരാൻ തുടങ്ങുകയാണ്. അവരുടെ മുഖത്തിലേക്ക് ചുളിവുകൾ ഏർപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ പലരും അവരുടെ മൗണ്ട് കൈലാഷ് യാത്ര ഉപേക്ഷിച്ച് വീണ്ടും തിരിച്ചിറങ്ങുകയാണ്. അങ്ങനെ നാട്ടിലേക്ക് പോയ പലരും 2 വർഷത്തിന് ശേഷം മരണപ്പെട്ടു എന്നും ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ഇന്നും കാലാകാലങ്ങളായിട്ടും മൗണ്ട് കൈലാഷിനെ കുറിച്ച് ധാരാളം പേർ റിസർച്ച് ചെയ്യുന്നുണ്ട്. അങ്ങനെ നാസ ഒരിക്കൽ ഈ മൗണ്ട് കൈലാഷിനെ കുറിച്ച് പറഞ്ഞത് മൗണ്ട് കൈലാഷിന് ചുറ്റും ഒരു കാന്തിക വലയമുണ്ടെന്നാണ്. മറ്റു ചില ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ഈ ഒരു മൗണ്ട് കൈലാഷ് പിരമിഡാണ്, മനുഷ്യനിർമ്മിതമായ പിരമിഡാണെന്നും അതിനകത്ത് അന്യഗ്രഹ ജീവികളുടെ ഒരു വാസകേന്ദ്രമാണെന്നും ചില ശാസ്ത്രജ്ഞന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട്. മറ്റു ചില ശാസ്ത്രജ്ഞർ അഭിപ്രായപ്പെടുന്നത് ഈ ശംബാല ഗ്രാമം, ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ അത്ഭുത നഗരമായ ശംബാല നഗരം ഈ മൗണ്ട് കൈലാഷിലാണ് സ്ഥിതി ചെയ്യുന്നതെന്നാണ്. അതുകൊണ്ട് തന്നെയാണ് സാധാരണക്കാർക്ക് ഈ ഒരു മൗണ്ട് കൈലാഷ് കയറാൻ സാധിക്കാത്തതെന്നും മറ്റു ചില ശാസ്ത്രജ്ഞന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട്. കാര്യങ്ങൾ എന്തൊക്കെയാണെങ്കിലും മൗണ്ട് കൈലാഷ് ഇതുവരെ ആരെങ്കിലും കീഴടക്കിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ടിബറ്റൻ ബുദ്ധമത വിശ്വാസം അനുസരിച്ച് 11-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന മിലേരപ്പ എന്ന ബുദ്ധ സന്യാസി ഈ മൗണ്ട് കൈലാഷിൽ കയറുകയും അദ്ദേഹം മൗണ്ട് കൈലാഷ് കീഴടക്കിയിട്ടുള്ളതായും പറയപ്പെടുന്നുണ്ട്. ബുദ്ധമത വിശ്വാസികൾ വിശ്വസിച്ചു പോരുന്നുണ്ട്. ഇനി നമുക്ക് അറിയാവുന്ന ഒരേ ഒരു കാര്യം എന്താണെന്ന്
ചോദിച്ചാൽ എന്തുകൊണ്ട് മൗണ്ട് കൈലാഷ് കയറാൻ സാധിക്കുന്നില്ല എന്നതിന് സയൻറ്റിഫിക് ആയിട്ടുള്ള റീസൺസായി പറയുന്നത് ഈ പിരമിഡ് രൂപത്തിലാണല്ലോ ഈ മൗണ്ട് കൈലാഷ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കുത്തനെയുള്ള മൗണ്ട് കൈലാഷ് കയറുമ്പോൾ വലിയ അപകടങ്ങൾ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അത് മാത്രമല്ല അവിടെ ഇടയ്ക്കിടയ്ക്ക് കാലാവസ്ഥ മാറ്റങ്ങൾ ഉണ്ടാവാറുണ്ട്. അത് മൗണ്ട് ക്ലൈംബേഴ്സിനെ വല്ലാതെ ബാധിക്കും. ചിലപ്പോൾ മരണങ്ങൾ വരെ സംഭവിക്കാൻ ഇടയുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു ദിശയില്ലാതെ ആ ഒരു മൗണ്ട് കൈലാഷ് കയറാൻ ആർക്കും സാധിക്കുന്നില്ല എന്നതാണ് സത്യം. ഇത് സയൻറ്റിഫിക് ആയിട്ടുള്ള നിഗമനങ്ങൾ മാത്രമാണ്. കാര്യങ്ങൾ എന്തൊക്കെയാണെങ്കിലും വിശ്വാസങ്ങളായി തുടരുന്നതാണ് നല്ലതെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം, പുതിയൊരു സബ്ജക്റ്റുമായി. ടേക്ക് കെയർ, ബൈ.